$277 ബില്യൺ പ്രതിരോധ ബഡ്ജറ്റ്, 20 ലക്ഷത്തിലധികം സജീവ സൈനികർ, ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേന. സൈനിക ഭൂപടത്തിൽ ചൈന എന്നൊരു അജയ്യമായ ശക്തിയാണ്. എന്നാൽ ഈ വൻമതിലിന് പിന്നിൽ ഒളിച്ചുവെച്ച ഒരു വിചിത്രമായ വസ്തുതയുണ്ട്. കഴിഞ്ഞ 45 വർഷമായി ചൈന ഒരു വലിയ യുദ്ധം പോലും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ലോകത്തെ ഭയപ്പെടുത്തുന്ന ഷീ ജിങ് പിങ് നേരിട്ടുള്ള പോരാട്ടങ്ങളിൽ നിന്നും ഇത്രയധികം ഒഴിഞ്ഞു മാറുന്നത്? ആ രഹസ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. നമുക്ക് ചൈനയുടെ ഉള്ളിലേക്കൊന്ന് നോക്കാം. അവരുടെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, മറിച്ച് അവരുടെ ജനസംഖ്യാ ഘടനയാണ്. പതിറ്റാണ്ടുകൾ നീണ്ട വൺ ചൈൽഡ് പോളിസി ചൈനീസ് സൈന്യം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയും സൈന്യത്തിലെ ഭൂരിഭാഗം പേരും അവരുടെ കുടുംബത്തിലെ ഏക മകനാണ്. യുദ്ധത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ വംശാവലി തന്നെ അവസാനിക്കും. ഇത് ചൈനീസ് ജനതയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകും. ഈ ഡെമോഗ്രാഫിക് ടൈം ബോംബ് പൊട്ടിയാൽ ചൈനയുടെ അടിത്തറയിലാകും. അടുത്തത് ചൈനയുടെ സാമ്പത്തിക ജീവനാഡിയായ മലാക്ക കടലിടുക്കാണ്. ചൈനയുടെ 80% ഊർജ്ജ ഇറക്കുമതിയും ഈ വഴിയിലൂടെയാണ്. ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇത് എളുപ്പത്തിൽ ബ്ലോക്ക് ചെയ്യാനാകും. ഇത് മറികടക്കാനാണ് അവർ വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതി കൊണ്ടുവന്നത്. പക്ഷേ ഒരു യുദ്ധമുണ്ടായാൽ ഈ നിക്ഷേപങ്ങളെല്ലാം വെറും കടലാസ് തുണ്ടുകൾ മാത്രമാകും. സാമ്പത്തിക തകർച്ച എന്നത് ചൈനീസ് ഭരണകൂടത്തിൻ്റെ പതനം എന്നാണ് അർത്ഥം. നിങ്ങൾ സൈക്കോഫാസ് എന്ന അനിമ കണ്ടിട്ടുണ്ടോ? അതിൽ ഓരോ പൗരനെയും 24 മണിക്കൂർ നിരീക്ഷിക്കുന്ന ഒരു സംവിധാനമുണ്ട്. സമാനമായ ഒരു അവസ്ഥയാണ് ഇന്ന് ചൈനയിൽ. 60 കോടിയിലധികം AI ക്യാമറകളിലൂടെ ചൈന ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ജയിലായി മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ ഓരോ ചലനവും നിരീക്ഷിക്കപ്പെടുന്നു. ഒരു കുറ്റം ചെയ്യാൻ സാധ്യതയുള്ളവരെ വരെ മുൻകൂട്ടി കണ്ടെത്തുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. സ്വന്തം ജനതയെ ഇത്രയധികം അടിച്ചമർത്തപ്പെടുന്ന ഒരു രാജ്യം പുറമെ എത്ര ശക്തമായി അറിയിച്ചാലും ഉള്ളിൽ ഭയം കൊണ്ട് വിറയ്ക്കുകയാണ്. ഹോങ്കോങ്, തായ്വാൻ, ദക്ഷിണ ചൈന കടൽ എല്ലായിടത്തും ചൈന അയൽക്കാരുമായി ഇതക്കതിരാണ്. ഈ പ്രദേശങ്ങളിൽ പരാജയപ്പെട്ടാൽ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തസ്സിനെ ബാധിക്കും. ചൈനീസ് ജനതയുടെ ഇടയിൽ പാർട്ടിയുടെ ഇമേജ് നിലനിർത്തുവാൻ വേണ്ടിയാണ് ഇവർ ഈ ദേശീയവാദം ഒരു മറയായി ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ തർക്കങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ അത് ചൈനയുടെ പതനത്തിന് തുടക്കമാകും. ഒടുവിൽ നമ്മുടെ ഭാരതം. ഹിമാചലിലെ 15,000 അടി ഉയരങ്ങളിൽ യുദ്ധം ചെയ്യാൻ ഇന്ത്യൻ സൈനികർക്കുള്ള പരിചയം ചൈനയ്ക്കില്ല. ശ്വാസം കിട്ടാതെ സ്വന്തം സൈനികർ മലമുകളിൽ വീഴുന്നത് ചൈനയ്ക്ക് സഹിക്കാനാവില്ല. ഒപ്പം സുഹൃത്തായ പാകിസ്ഥാൻ്റെ അവസ്ഥ ചൈനയുടെ മുന്നിലുണ്ട്. ആഭ്യന്തര കലാപം, ഒരു രാജ്യം സാമ്പത്തികമായി തകർന്നാൽ സൈന്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പാകിസ്ഥാൻ ചൈനയെ പഠിപ്പിച്ചു. ചൈനയിൽ ഒരു യുദ്ധമുണ്ടായാൽ സമാനമായ അവസ്ഥയുണ്ടാകുമെന്ന് ഷീ ജിങ് പിങ് ഭയപ്പെടുന്നു. ഇതിനെല്ലാം പുറമെ ചൈന നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പീസ് ഡിസീസ്. 1979 വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം ചൈന ഒരു വലിയ യുദ്ധം പോലും നേരിട്ടിട്ടില്ല. അത്യാധുനിക ആയുധങ്ങളുണ്ടെങ്കിലും ഒരു യഥാർത്ഥ യുദ്ധത്തിൻ്റെ സമ്മർദ്ദങ്ങൾ അതിജീവിക്കുവാൻ അവരുടെ സൈനികർക്കോ കമാൻഡർമാർക്കോ അനുഭവ സമ്പത്തില്ല. വെറും പരേഡുകളിൽ മാത്രം ജയിക്കുന്ന ഒരു സൈന്യത്തിന് ആധുനിക യുദ്ധമുഖങ്ങൾ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഷീ ജിങ് പിങ്ങിന് പോലും വലിയ സംശയമാണ്. അടുത്തിടെ സൈന്യത്തിൻ്റെ ഉന്നതതല അഴിമതി അന്വേഷണങ്ങളും സൈന്യത്തിൻ്റെ അഴിച്ചുപണികളും സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം തകർക്കുകയാണ്. സ്വന്തം കമാൻഡർമാരെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ഭരണാധികാരി എങ്ങനെയാണ് യുദ്ധത്തെ നേരിടുന്നത്? ചുരുക്കത്തിൽ ചൈന പറയുന്നത് യുദ്ധമില്ലാതെ വിജയിക്കുക എന്ന തന്ത്രമാണ്. അവർ നിങ്ങളെ ഭയപ്പെടുത്തും, പക്ഷേ നേരിട്ട് പോരാട്ടത്തിന് മുതിരുകയുമില്ല. കാരണം തോൽക്കുമെന്നുറപ്പുള്ള ഒരു കളിക്കും ഷീ ജിങ് പിങ് തയ്യാറല്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യുക.